മക്കളെ, രണ്ടാമത്തെ പാഠത്തിലെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒരു ഭാഗവും കൂടി മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സ്ക്രീന് മൊത്തമായി വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുക്കാൻ കുറേ മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ആപ്ലിക്കേഷനിൽ അക്സസറീസ് എന്ന് പറയുന്നതിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്. സ്ക്രീൻഷോട്ട് അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളോട് ചോദിക്കുന്നത് ഫുൾ സ്ക്രീന് വേണോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിൻഡോ മതിയോ, അല്ലെങ്കിൽ ഏരിയ മതിയോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പോഴും ഫുൾ സ്ക്രീനിനാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഗ്രാബ് ദ ഹോൾ സ്ക്രീൻ എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ടേക്ക് സ്ക്രീൻഷോട്ട് കൊടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞു. ഇവിടെ ഈ സ്ക്രീൻഷോട്ടിന് നമുക്കൊരു പേര് കൊടുക്കാം. സ്ക്രീൻഷോട്ട് എന്ന് തന്നെയാണ് ഞാൻ പേര് കൊടുക്കുന്നത്. എന്നിട്ട് സേവ് ഇൻ ഫോൾഡർ, പിക്ചേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ സേവ് കൊടുക്കുന്നേ. സേവ് കൊടുത്തു. ഇനി ഫുൾ സ്ക്രീൻ അല്ലാതെ ചെറിയൊരു ഭാഗം മാത്രം എങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാം? ആപ്ലിക്കേഷൻസിൽ അക്സസറീസിൽ സ്ക്രീൻഷോട്ട് എടുത്തു. അപ്പം ഞാൻ സെലക്ട് ഏരിയ ടു ഗ്രാബ്, അതാണ് സെലക്ട് ഏരിയ, അതാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഏരിയ ആണ് വേണ്ടത് എന്നാണ്. അപ്പോൾ ടേക്ക് സ്ക്രീൻഷോട്ട് ഈ പച്ച ക്ലിക്ക് ചെയ്ത് ഇനി ഏരിയ കാണിച്ചു കൊടുക്കണം. ഞാനിതാ ഈ പട്ടത്തിൻ്റെ ചിത്രമുള്ള ഈ ഭാഗമാണ് സ്ക്രീൻഷോട്ട് വേണ്ടത് എനിക്ക്. സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞു. നിങ്ങൾ ക്യാമറ ഫോട്ടോ എടുക്കുമ്പോഴുള്ള പോലത്തെ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടാവും. അതിന് ഞാൻ സ്ക്രീൻഷോട്ട് 2 എന്ന് പേര് കൊടുക്കാം. സ്ക്രീൻഷോട്ട് 2, പിന്നെ സേവ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ എടുത്ത 2 സ്ക്രീൻഷോട്ടും സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പ്ലേസസിൽ പിക്ചേഴ്സിലാണ് നമ്മൾ സേവ് ചെയ്തത്. പിക്ചർ എന്ന് പറഞ്ഞ ഫോൾഡർ തുറക്കുക. ഇവിടെ 2 സ്ക്രീൻഷോട്ടും വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. ആദ്യത്തെ സ്ക്രീൻഷോട്ട് ഫുൾ സ്ക്രീനാണ് വന്നത്. രണ്ടാമത്തത് ഈ ഒരു പട്ടത്തിൻ്റെ ഭാഗം മാത്രമാണ് വന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മൊബൈലിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന വിദ്യയുണ്ട്. അത് അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് പഠിക്കുക. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ പാഠം കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഈ പാഠത്തിൻ്റെ നോട്ടുകളും കൂടി താഴെ ഇടാം. താങ്ക് യു.